500 രൂപ മോഷ്ടിച്ചെന്നാരോപിച്ച് പരസ്യ വിചാരണ, ക്രൂരമായ മർദ്ദനം, കാലിൽ കയർ കെട്ടി തല കീഴായി കെട്ടിത്തൂക്കി, വേദന കൊണ്ട് കരഞ്ഞ് നിലവിളിച്ചിട്ടും മനുഷ്യത്വമില്ലാതെ മർദ്ദനം തുടർന്നു. കൊല്ലം പുനലൂരിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ സഹോദരങ്ങൾ ഹോസ്റ്റലിൽ വെച്ച് നേരിട്ട കൊടിയ പീഡനത്തെക്കുറിച്ച് കേട്ടാൽ മനസാക്ഷിയുള്ളവരുടെ ഉള്ളു കൊള്ളും. കേസിൽ പുനലൂരിലെ ലിവിംഗ് വാട്ടർ ചിൽഡ്രൻസ് ഹോമിൻ്റെ വാർഡനെയും ജീവനക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ കുട്ടികളെ വിരട്ടാൻ വേണ്ടി കാലിൽ കയർ കെട്ടിയെന്നാണ് പ്രതികളുടെ മൊഴി. പ്രതി ലൈജുവിനെ അമിത മദ്യപാനം കാരണം ജോലിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണെന്ന് മാനേജ്മെന്റ് പ്രതികരിച്ചു. ോളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് ലിവിംഗ് വാട്ടർ. അവധിക്കാലമായതിനാൽ ഭൂരിഭാഗം കുട്ടികളും വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. 3 കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ സഹോദരങ്ങളായ 2 കുട്ടികളെ മർദ്ദിച്ചു എന്നാണ് പരാതി. പാചകക്കാരന്റെ 500 രൂപ കാണാതായതിനെ തുടർന്നാണ് മർദ്ദനം. 6ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയാണ് പണമെടുത്തത് എന്നാരോപിച്ച് വാർഡനും പാചകക്കാരനും ചേർന്നാണ് മർദ്ദിച്ചത്. തുടർന്ന് രക്ഷിതാവിനെ വിളിച്ചു വരുത്തി കുട്ടിയെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. പാചകക്കാരൻ ലൈജു കുര്യന്റെ 500 രൂപ മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് കുട്ടിയെ പാചകക്കാരനും വാർഡനും ചേർന്ന് മർദ്ദിച്ചത്. തലകീഴായി കെട്ടിത്തൂക്കാൻ ശ്രമിച്ചെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. വിഷമിച്ചിരിക്കണമെന്ന് ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ചാച്ച ഹോസ്റ്റലിൽ ഒരു പ്രശ്നം നടന്നു, അവിടെ പാചകത്തിന് നിൽക്കുന്ന ഒരു ചേട്ടൻ്റെ 500 രൂപ മിസ്സായി, അത് എൻ്റെ ഇളയ മോനെ എടുത്തത്, ക്ലീറ്റസ് എന്നാണ് അവൻ്റെ പേര്, അവനെ എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒത്തിരി അയാളെ ഉപദ്രവിച്ചു. അവിടുന്ന് ഇവർ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കാലിൽ കയറ് കെട്ടി ഫാനിൻ്റെ ഹുക്കിനകത്തിട്ടിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ചു നിർത്തിയിട്ട് അവനെ ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞു, നീ സത്യം പറയാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ കരഞ്ഞു പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. പകുതിക്ക് കൊണ്ടിട്ട് നേരെ കുഞ്ഞിനെ താഴ്ത്തിട്ടു. കൊച്ചിൻ്റെ ദേഹത്ത് കാലിൽ കെട്ടി കയറിൻ്റെ പാടുണ്ടായിരുന്നു, പിന്നെ പുറത്ത് പാടുണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ അടിച്ച പാടുണ്ട്. ഇതോടെ രക്ഷിതാക്കളെത്തി കുട്ടിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോഴാണ് മർദ്ദന വിവരം കുട്ടി പറയുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. സംഭവത്തിൽ ബോയ്സ് ഹോം വാർഡൻ ടോം, പാചകക്കാരൻ ലൈജു കുര്യൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം പരാതിയിൽ ഉള്ള പോലെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് സ്ഥാപന നടത്തിപ്പുകാരനായ പ്രിൻസിന്റെ വാദം. വിരട്ടാൻ വേണ്ടി കാലിൽ കെട്ടി എന്നാണ് ലൈജു പറഞ്ഞത്. ഇയാളെ മദ്യപാനം കാരണം ജോലിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും പ്രിൻസ് പറഞ്ഞു. ഇവന്റെ ആ ജോലിയിൽ നിന്ന് ഇവൻ ഓൾറെഡി ഔട്ടാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇവന് ഈ ജോലിയിൽ നിന്ന് നഷ്ടപ്പെടുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവന് ഈ പിള്ളേരെ വിളിച്ച് ഒരു കുറ്റിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ 500 രൂപ കാണാതെ പോയെന്നും പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുകയും വിരട്ടാൻ വേണ്ടി കാലെ കെട്ടി എന്നാണ് പറയുന്നത്. അപ്പം വൈകിട്ട് 6:45 ഈ കാര്യം സംഭവിച്ചെങ്കിലും പിള്ളേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവിടുത്തെ സ്റ്റാഫിനോടോ എന്നോടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് അവിടെ സംഭവിക്കുക, പിള്ളേരെ കരച്ചിൽ കേൾക്കുക ഒന്നും ചെയ്തില്ല. കൂടെ ഉള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വിരട്ടിയെന്നാണ് ആ പിള്ളേർ പറയുന്നത്. ഇതിനിടെ സംഭവത്തിൽ വീഴ്ച സംബന്ധിച്ച സ്കൂൾ മാനേജ്മെന്റ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ജീവനക്കാരുടെ വീഴ്ച എന്നാണ് വിശദീകരണം. ജീവനക്കാരനായ ലൈജു കുട്ടിയെ വിരട്ടിയതാണെന്നും ഇയാൾ സ്ഥിരം മദ്യപാനിയാണെന്നും മാനേജ്മെന്റ് സമ്മതിച്ചു. തൂക്കിയില്ല, അയാൾ ചുമ്മാതെ ഒരു 500 രൂപ എങ്ങാണ്ട് പുള്ളിയുടെ പിള്ളേരെടുത്ത് പുള്ളി വിരട്ടിയത്. അപ്പൊ അവിടുന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. ഇന്നലെ നീ അവിടുന്ന് പോകേണ്ട ആളായിരുന്നു. അപ്പൊ ഇദ്ദേഹം വീട് താമസമില്ലാത്തതുകൊണ്ട് വീട് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരാഴ്ച കൊണ്ട് ചോദിച്ചു. അങ്ങനെ അവിടെ നിന്നത് അയാളെ സ്ഥാപനത്തിൽ നിന്ന് പുള്ളിയുടെ ഇത് കഴിഞ്ഞായിരുന്നു. ഇയാൾക്ക് ഇച്ചിരി മദ്യപാനമൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഇപ്പൊ മുമ്പോട്ട് വന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഇയാളെ പറഞ്ഞുവിടേണ്ട വിഷമമൊക്കെ കാണും. നമ്മളോടുള്ള ഒരു വൈരാഗ്യം കാണിച്ചതുകൂടായിരിക്കും. പോലീസ് സ്ഥലത്തെത്തി ബോയ്സ് ഹോമിന്റെ ചുമതലക്കാരുടെ മൊഴിയെടുത്തു. രാവിലെ നാട്ടുകാർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.